മഴ പലയിടത്തും മഴയുണ്ട്. ഈ മഴ മാത്രമല്ല, മഴക്കെടുതികളുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇന്നലെ രാത്രിയിൽ കനത്ത മഴയായിരുന്നു തൃശ്ശൂരിൽ ഈ പെയ്ത മഴയെ തുടർന്ന് മാളയിലെ ജൂതപ്പള്ളി മേൽക്കൂര തകർന്നിട്ടുണ്ട്. 1 വർഷം മുൻപ് 1 കോടി രൂപ ചെലവഴിച്ച് നവീകരണമൊക്കെ നടത്തിയ കെട്ടിടമാണ് ഈ തകർന്നു പോയത്. മുസിരീസ് പൈതൃക മാതൃകയിൽ ഉൾപ്പെടുത്തി കൈമാറിയ കെട്ടിടത്തിലെ ചുമതല ടൂറിസം വകുപ്പിനാണ്. ഒരു അപകടം ഉണ്ടാവുമെന്ന് കാണുമ്പോൾ അതിന് എസ്റ്റിമേറ്റ് എടുക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അതിന് എസ്റ്റിമേറ്റ് എടുത്ത് മുസ്രീസ് പ്രൊജക്ട് ലിമിറ്റഡ് തയ്യാറാക്കുമെന്നല്ലാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു. ഒരു ദുരന്ത നിവാരണം അല്ലെങ്കിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനാണ് സർക്കാർ നിർദ്ദേശമുള്ളത്. ഇതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടില്ല. അത് പാലിക്കപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് ഈ കെട്ടിടം തകർന്നു വീണത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ പരാതി നൽകിയിട്ടും ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഇതിന് കാലതാമസം വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരിലും ആരൊക്കെയാണ് ഇതിൻ്റെ അഴിമതി നടത്തിയെന്ന് കണ്ടുപിടിച്ച് അവരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ലെവിൻ കെ വിജയനുണ്ട് നമുക്കിപ്പോൾ വിവരങ്ങളുമായി. ലെവിൻ, ദൃശ്യങ്ങളിൽ നിന്ന് ഏറെക്കുറെ അത് പൂർണ്ണമായും തകർന്നത് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് എന്താണ്? അവർ പ്രതിഷേധത്തിലാണോ? സേതു, ഒരു മഴക്കെടുതിയിലൊരു കെട്ടിടം തകർന്നു വീണതിനപ്പുറത്ത് വലിയൊരു അഴിമതി ആരോപണം കൂടി ഇതിനകത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം മുസ്തരീസ് പൈതൃക പദ്ധതി സംസ്ഥാന സർക്കാർ ഇതിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ടൂറിസം വകുപ്പും ധനകാര്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന വിശാലമായ ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിയാണ്. എറണാകുളം മുതൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ വരെ, എറണാകുളം പറവൂർ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള വിവിധ ചരിത്ര സ്മാരകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്തരീസ് പൈതൃക പദ്ധതിക്ക് വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ തുടക്കം കുറിക്കുകയും അതും വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അതിൽ ഉൾപ്പെട്ടതാണ് തൃശ്ശൂർ മാളയിലെ 1930-ൽ പണി കഴിപ്പിച്ചിട്ടുള്ള ജൂതപ്പള്ളി. ജൂതവിശ്വാസികൾ കേരളം വിട്ട് ഇസ്രായേലിലേക്ക് പോകുന്ന സമയത്ത് മാള പഞ്ചായത്തിനെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസും ഉടമസ്ഥാവകാശവും ഏൽപ്പിച്ചത്. അത് പിന്നീട് ടൂറിസം വകുപ്പ് ഈ പദ്ധതി മുസ്തരീസ് പൈതൃക പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയതോടുകൂടി പഞ്ചായത്ത് ഇതിൻ്റെ മേൽനോട്ട ചുമതല ടൂറിസം വകുപ്പിന് കൈമാറി. ടൂറിസം വകുപ്പ് 1 കോടി രൂപ ചെലവഴിച്ചു 1 വർഷം മുൻപ് മെയിൻ്റനൻസ് നടത്തി അത് പൂർത്തീകരിച്ച് മാസങ്ങൾക്കകമാണ് ഈ കെട്ടിടം തകർന്നു വീണത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മാളയിൽ കനത്ത മഴയായിരുന്നു. ആ മഴയിലാണ് ഈ കെട്ടിടത്തിൻ്റെ മേൽക്കൂര, സിനഗോഗിൻ്റെ മേൽക്കൂര തകർന്നു വീണത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയ് 17-നും ജില്ലാ കളക്ടർക്കും ടൂറിസം വകുപ്പിനും അടക്കം പരാതി പോയിരുന്നു. കെട്ടിടം അപകടാവസ്ഥയിലാണ്, ഇത് സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ചാണ്ടി ജോസഫാണ് പരാതി നൽകിയത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 1 വർഷം മുൻപ് മാത്രം 1 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച ഒരു ചരിത്ര സ്മാരകം ഇത്തരത്തിൽ ഒരു മഴ പെയ്തപ്പോൾ തകർന്നു വീണത് അതിന് പിന്നിൽ അഴിമതിയാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് ഇക്കാര്യത്തിൽ പരിശോധന നടത്തണമെന്ന് തന്നെയാണ് പരാതിക്കാർ ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് ഈ സിനഗോഗിൻ്റെ മേൽക്കൂര ഏതാണ്ട് ഭൂരിഭാഗവും തകർന്നു വീണിട്ടുള്ളത്. ഏകദേശം 70-80 വർഷങ്ങളിൽ പരം പഴക്കമുള്ള ഒരു കെട്ടിടം ഇത്ര ഒരു ചെറിയൊരു മഴ ഉണ്ടായപ്പോൾ തകർന്നു വീണതിന് പിന്നിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കണമെന്നുള്ളതാണ് ഈ പ്രധാനമായും ആവശ്യം ഉയരുന്നത്. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ടൂറിസം വകുപ്പിനാണ് ഇതിൻ്റെ ചുമതല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് തകർന്നു വീണതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തതയില്ല എന്നും ഈ മാള പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മഴക്കെടുതിയെ തുടർന്നാണ് ഇതുണ്ടായതെങ്കിലും ഇതിന് പിന്നിലുള്ള തീർച്ചയായും ലെവിൻ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ മഴക്കെടുതിയെ തുടർന്നാണ് ഈ തൃശ്ശൂർ മാളയിലെ ജൂതപ്പള്ളിയുടെ മേൽക്കൂര തകർന്നു വീണതെങ്കിലും അതിനപ്പുറം ഒരു അഴിമതി ആരോപണം കൂടി അവിടെ ഉന്നയിക്കപ്പെടുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നിന്ന്.